സ്തോത്രം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ, സ്വന്ത സഹോദരർ തള്ളിക്കളയുമ്പോൾ, യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണേ. അന്ധകാരം ഭൂവിൽ വ്യാപരിച്ചിടുമ്പോൾ, രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമൻ കൂട്ടാളിയാണേ. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ കൂട്ടാളിയാണേ. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 9-ാം സങ്കീർത്തനം 13 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. യഹോവേ, എന്നോട് കരുണയുണ്ടാകണമേ. മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ, എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കേണമേ. ഞാൻ സിയോൻ പുത്രിയുടെ പടിവാതിലുകളിൽ നിന്റെ സ്തുതിയെ ഒക്കെയും പ്രസ്താവിച്ച് നിന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് തന്നെ. ജാതികൾ തങ്ങളുണ്ടാക്കിയ കുഴിയിൽ താണുപോയി, അവർ ഒളിച്ചു വെച്ച വലയിൽ അവരുടെ കാൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു. യഹോവ തന്നെത്താൻ വെളിപ്പെടുത്തി ന്യായവിധി നടത്തിയിരിക്കുന്നു. ദുഷ്ടൻ സ്വന്തം കൈകളുടെ പ്രവൃത്തിയിൽ കുടുങ്ങിയിരിക്കുന്നു. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. ദരിദ്രനെ എന്നേക്കും മറന്നു പോകുകയില്ല. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നും ഭംഗം വരികയും ഇല്ല. യഹോവേ, എഴുന്നേൽക്കണമേ, മർത്യൻ പ്രബലൻ ആകരുതേ. ജാതികൾ നിന്റെ സന്നിധിയിൽ വിധിക്കപ്പെടുമാറാകട്ടെ. യഹോവേ, തങ്ങൾ മർത്യരത്രേ എന്ന് ജാതികൾ അറിയേണ്ടതിന് അവർക്ക് ഭയം വരുത്തേണമേ. സ്തോത്രം. മനസ്സിനെ ഭരിക്കുക എന്നതിനെ കുറിച്ച് ദൈവവചനത്തിലൂടെ അല്പമായി നമുക്ക് ചിന്തിക്കാം. സദൃശവാക്യങ്ങൾ 16:32. ജിതമാനസൻ പട്ടണം പിടിക്കുന്നവനിലും ശ്രേഷ്ഠൻ. ഹല്ലേലൂയ, ആമേൻ. മനസ്സിനെ ഭരിക്കുക എന്ന വിഷയമാണ്. ചിന്തയെ അഥവാ നിരൂപണങ്ങൾ നമുക്ക് എപ്പോഴും എപ്രകാരം വിശുദ്ധമായി നിർമ്മലമായി സൂക്ഷിക്കാം. ഒന്നാമതായി, ഒരർത്ഥത്തിൽ നമ്മുടെ ദുഷ്പ്രവർത്തികളേക്കാൾ പാപകരവും കഠിനവുമാണ് നമ്മുടെ ദുഷ്ചിന്ത എന്ന് അറിഞ്ഞിരിക്കണം. നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം, പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ ക്ഷമിച്ചു കിട്ടുമായിരിക്കും എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 8:22 കാണുന്നു. അപ്പോസ്തലൻ പൗലോസ് ശീമോനോട് പറയുന്നതാണ്. പരിശുദ്ധാത്മാ അഭിഷേകത്തിനായി ശീമോൻ ആഗ്രഹിച്ചു, എന്നാൽ അതുകൊണ്ട് ഉപജീവനം കഴിക്കണം എന്നതായിരുന്നു അവന്റെ ഉദ്ദേശം. ഈ ദുരുദ്ദേശത്തെ വഷളത്വം എന്ന് പത്രോസ് പറയുന്നു. ദുശ്ചിന്തയെ ഗൗരവമായി കാണണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? സകല ചിന്തകളെയും ദൈവം ന്യായം വിധിക്കും എന്നതാണ് അതിന്റെ കാരണം. സഭാപ്രസംഗി 3:17. നമ്മുടെ എല്ലാ ചിന്തകൾക്കും നാം ദൈവത്തിന് കണക്ക് കൊടുക്കണം. നമ്മുടെ ദൈവം രഹസ്യ സ്ഥലത്ത് വസിക്കുന്നു. നാമും അവനോടുകൂടെ ആ രഹസ്യ സ്ഥലത്ത് പാർക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 91:1. ആയതിനാൽ നമ്മുടെ ചിന്തയിലും യാതൊരു രഹസ്യ പാപവും ഉണ്ടായിരിക്കരുത് എന്ന് ഈ തിരുവചനത്തിൽ കാണുന്നു. വിശുദ്ധീകരിക്കപ്പെടാത്ത ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ ദൈവകൃപയാൽ അവയെ തള്ളിക്കളയുക. പരിശുദ്ധാത്മാവേ,
ഈ ചിന്തയിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പരിശുദ്ധാത്മാവ ദൈവത്തെ നാം കൂട്ടുപിടിക്കുക. അതിവേഗമോ അല്ലെങ്കിൽ പിന്നീടോ നിങ്ങൾ അതേ പ്രശ്നത്തെ അഥവാ പരീക്ഷയെ നേരിടേണ്ടി വരും. വീണ്ടും ദൈവകൃപയാൽ നിങ്ങൾ അതിനെതിരായി പോരാടുക. നിങ്ങൾക്ക് ജയം ലഭിക്കും. ഇപ്രകാരം നല്ല പോരാട്ടം പോരാടി ജയം പ്രാപിക്കുന്ന ജീവിതമാണ് ജയജീവിതം. ആമേൻ. ജയജീവിതം ചെയ്യുവാനായി നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ ദുശ്ചിന്തകൾക്ക് ഇടം കൊടുക്കരുത്. ദൈവത്തിന്റെ വചനം നാം വായിക്കുന്നത്, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകളിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. നമ്മുടെ ചിന്തകൾക്ക് ഉപരിയായി നമുക്ക് വളരുവാൻ സാധ്യമല്ല. ഒരുവന്റെ ചിന്ത എപ്രകാരം ആയിരിക്കുമോ അതുപോലെ ആയിരിക്കും അവരുടെ ജീവിതം എന്ന് സദൃശ്യവാക്യം 23:7 കാണുന്നു. പിശാചിനെ പോലെ ചിന്തിച്ചാൽ നിങ്ങൾ പിശാചിനെ പോലെയാകും. ക്രിസ്തുവിനെ പോലെ ചിന്തിച്ചാൽ ക്രിസ്തുവിന്റെ അതേ സ്വഭാവമായ പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന്റെ സ്വഭാവം നമ്മിലേക്ക് കടന്നു വരും. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല എന്ന് ദൈവവചനത്തിൽ കാണുന്നു. ആയതിനാൽ ഇന്നാളുകളിൽ ദൈവത്തിന്റെ അതേ സ്വഭാവത്തിലേക്ക്, യേശുവിന്റെ അതേ സ്വഭാവത്തിലേക്ക് നാം ഒരു ശുദ്ധീകരണത്തോടുകൂടി അടുത്തു വരുവാൻ പരിശുദ്ധാത്മാവാകുന്ന ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങേ നോക്കി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ആയുസിന്റെ ഒരു ദിനം കൂടി നീട്ടിത്തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. അടിയങ്ങളുടെ ജീവിതങ്ങളിൽ വാക്കില്, പ്രവൃത്തിയില്, വിചാരത്തില്, കൊടുക്കൽ വാങ്ങൽ, നിരൂപണങ്ങളിൽ, സംസാര വിഷയങ്ങളിൽ വന്നു പോയിട്ടുള്ള സകല കുറവുകൾ ക്ഷമിച്ച് യേശുവിന്റെ രക്തത്താലും അതിനത്താലും കഴുകണമേ, ശുദ്ധീകരിക്കണപ്പാ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും എന്നുള്ള ദൈവത്തിന്റെ വചനം പോലെ യേശുവിന്റെ രക്തത്താലും അതിനത്താലും ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണപ്പാ. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയുകയില്ല എന്ന് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ ശുദ്ധീകരണം പ്രാപിച്ച് യേശുവിന്റെ പ്രിയ മക്കളായി ജീവിപ്പാൻ അങ്ങ് സഹായിക്കണപ്പാ. കർത്താവേ, രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണപ്പാ. കുടുംബ സമാധാനമില്ലാത്തവർക്ക് യേശു കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്നല്ലേ ചെയ്ത യേശുവിന്റെ സമാധാനത്തിലേക്ക് കടന്നു വരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അനുഗ്രഹിക്കണമേ, മാനിക്കണം കർത്താവേ. അമ്മേ, സ്തോത്രം, സന്തോഷം, സൗഖ്യം, സമാധാനം നൽകണമേ. യേശു കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്നരളി ചെയ്ത യേശുവിന്റെ സമാധാനത്താൽ നിറയപ്പെടുവാൻ അങ്ങ് സഹായിക്കണം. അപ്പാ, അനുഗ്രഹിക്കും, മാനിക്ക്, കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറഞ്ഞ് നിത്യജീവനായി കർത്താവ് എല്ലാവരെയും ഒരുക്കട്ടെ. ആമേൻ.